ഈ ഒരൊറ്റ ക്ലാസ് കണ്ടാൽ മതി. അടുത്ത പരീക്ഷയ്ക്ക് നവോത്ഥാനത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഉത്തരം സാധിക്കും. ഈ ചോദ്യങ്ങളും ഈ ഉത്തരങ്ങളും മാത്രം പഠിച്ചാൽ മതിയാകും. ചോദ്യത്തിലേക്ക് വരാം. 10th പ്രിലിംസിലെ 4 പരീക്ഷകളിൽ കേരള നവോത്ഥാനത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. ആദ്യ ചോദ്യം, പ്രാചീന മലയാളം എന്നത് ആരുടെ രചനയാണ് എന്നുള്ളതാണ്. പ്രാചീന മലയാളം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാമവർമ്മ ശക്തൻ തമ്പുരാൻ. രാമവർമ്മ ശക്തൻ തമ്പുരാൻ. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രണ്ടാം ബുദ്ധൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ഉത്തരം പരിചിതമാണ്. ആലുവയിൽ വെച്ചാണ്. 1924 5 വണ്ണം എന്നാൽ എന്താണ്? വാണിജ്യ സംഘങ്ങളെയാണ് 5 വണ്ണം എന്ന് വിളിക്കുന്നത്. പ്രാചീന കേരളത്തിലുണ്ടായിരുന്ന വാണിജ്യ സംഘങ്ങളെ വിളിക്കുന്ന പേരാണ് 5 വണ്ണം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര്? കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ഡിലനോയി ആണ്. ഡിലനോയി. 1741 കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യം ഏറ്റുമുട്ടിയത് മാർത്താണ്ഡവർമ്മയുമായിട്ടാണ്. മാർത്താണ്ഡവർമ്മയുമായിട്ടാണ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യം ഏറ്റുമുട്ടിയത്. ഈ യുദ്ധത്തിൽ ഡച്ച് സൈന്യം പരാജയപ്പെട്ടു. ഡിലനോയിയാണ് ഡച്ചുകാരുടെ സൈന്യാധിപനായിട്ടുള്ളത്. അദ്ദേഹം പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായിട്ട് മാറി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന പരസ്പര ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തത് മാവിലത്തോട് എന്നുള്ളതാണ്. മാവിലത്തോട് എന്നുള്ളത് പഴശ്ശി രാജാവ് മരണപ്പെട്ട സ്ഥലമാണ് മാവിലത്തോട്. അപ്പോൾ പരസ്പര ബന്ധമില്ലാത്തതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് പരസ്പര ബന്ധമില്ലാത്തത് തന്നെയാണ്. 1. 2, മണ്ണടി. മണ്ണടി എന്ന് പറയുന്നത് വേലുത്തമ്പി ദളവയുടെ മരണം സംഭവിച്ച സ്ഥലമാണ് മണ്ണടി. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത സ്ഥലമാണ് മണ്ണടി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തത് ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. അത് ശരിയായിട്ടുള്ളതാണ്. മാപ്പിള ലഹള കാർഷിക മുന്നേറ്റം, അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ പരസ്പര ബന്ധമില്ലാത്തത് 1ഉം 2ഉമാണ് പരസ്പര ബന്ധമില്ലാതെ. ഇവിടെയുള്ളത് ഡി ആണ് ശരി ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമത്തിൽ എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഘടനാക്രമത്തിൽ എഴുതുക. അങ്ങനെയാണെങ്കിൽ മൊറാഴ സമരം നടന്നത് 1940 മൊറാഴ സമരം. കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം. പൂക്കോട്ടൂർ കലാപം നടന്ന വർഷം. പൂക്കോട്ടൂർ കലാപം 1921 പൂക്കോട്ടൂർ കലാപം. കുറിച്യ കലാപം 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപം നടന്നത് 1812. ഇത് ശരിയായ ക്രമത്തിൽ എഴുതുമ്പോൾ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യം വരുന്നത് ശരിയായ കാലഗണനാ ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് 1809, രണ്ടാമത് 1812 കുറിച്യ കലാപം, മൂന്നാമത് 1921 പൂക്കോട്ടൂർ കലാപം, നാലാമത് മൊറാഴ സമരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതെന്നുള്ളതാണ് ചോദ്യം. VT ഭട്ടതിരിപ്പാട് അതിന് നേരെ കിടക്കുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. നമുക്കറിയാം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ്. കുമാരഗുരുദേവനാണ് ശരിക്കും
പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. അപ്പോൾ ആദ്യത്തേത് ശരിയായ ജോഡി അല്ല. കുമാരഗുരുദേവൻ്റെ നേരെ കിടക്കുന്ന പേരെന്ന് പറയുന്നത് അരയ സമാജമാണ്. അതും ശരിയായിട്ടുള്ള ജോഡിയല്ല. അരയ സമാജം ശരിയായിട്ടുള്ള ജോഡിയല്ല. മൂന്നാമത്തത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പേരിന് നേരെയുള്ളത് വേദാധികാര നിരൂപണം എന്ന പുസ്തകത്തെ പറ്റിയാണ്. അത് ശരിയായ ജോഡിയാണ്. ചട്ടമ്പി സ്വാമികൾ എഴുതിയ പുസ്തകമാണ് വേദാധികാര നിരൂപണം. അടുത്ത് നാലാമത്തെ ജോഡി ഡി എന്നുള്ളത് പണ്ഡിറ്റ് കറുപ്പൻ്റെ പേരാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പേരിന് നേരെ കിടക്കുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ്. അപ്പോൾ ശരി ഉത്തരം സി, ചട്ടമ്പി സ്വാമികൾ എന്നുള്ളതാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. അതിൽ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ, അത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം പ്രാചീന മലയാളവും ആദിഭാഷയും രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന പ്രസിദ്ധമായ വാക്യമുയർത്തി, ശരിയായ പ്രസ്താവനയാണ്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്, അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയുമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഡി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ് എന്നതും തെറ്റായ പ്രസ്താവനയാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. 1913 സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം പുറത്തിറങ്ങിയത്. മുഖപത്രത്തിൻ്റെ പേര് സാധുജന പരിപാലിനി എന്നാണ്. സാധുജന പരിപാലിനി എന്നാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേര്. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നാരായണ ഗുരു രചിച്ച ദൈവദശകം എന്ന കൃതിയിലെ വരികളാണ്. നാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന പുസ്തകത്തിലെ വരികളാണ് തൊട്ട് മുൻപ് വായിച്ചത്. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നുള്ളത് ദൈവദശകത്തിലെ വരികളാണ്. പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ചുവടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ് ശരിയായിട്ടുള്ള ഉത്തരമല്ല. മൂന്നാമത്തെ, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം ശരിയായിട്ടുള്ള ഒരു കാരണമാണ്. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത് തെറ്റാണ്. അപ്പോൾ പഴശ്ശി കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽപ്പെടുന്ന പ്രസ്താവന ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ്. ആദ്യത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അരുൾ നൂൽ എന്ന കൃതി രചിച്ചതാര്? അരുൾ നൂൽ എന്ന കൃതി വൈകുണ്ഠസ്വാമികൾ രചിച്ച കൃതിയാണ് അരുൾ നൂൽ. അരുൾ നൂൽ എന്ന കൃതി രചിച്ചത് വൈകുണ്ഠസ്വാമികൾ. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരെന്നാണ് ചോദ്യം. ഡോക്ടർ M.E. നായിഡു ആണ് ശരി ഉത്തരം. 1924 വൈക്കം സത്യാഗ്രഹം എന്ന് മനസ്സിലാക്കിയിരിക്കുക. വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ M.E. നായിഡുവാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? ശരി ഉത്തരം ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതിയെ പറ്റിയാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്. വിവേകാനന്ദൻ കേരളത്തിൽ വന്നത് 1892 എന്ന് മനസ്സിലാക്കുക. ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദൻ തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1892. ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദൻ തമ്മിൽ കണ്ടുമുട്ടിയത് 1892.
വിവേകാനന്ദൻ ചിക്കാഗോയിൽ സംസാരിച്ചത് 1893 വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം 1893. അതായത് 1892 കേരളത്തിൽ വന്ന വിവേകാനന്ദൻ കേരളത്തെ ഒരു ഭ്രാന്താലയമാണെന്ന് മനസ്സിലാക്കി കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം അടുത്ത വർഷം തന്നെ അമേരിക്കയിലേക്ക് പോയി എന്ന് വിചാരിച്ചോളാം. കേരളത്തിൽ വന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇന്ത്യയിൽ പോലും നിന്നില്ല, അമേരിക്കയിലേക്ക് പോയി. 1893 സെപ്റ്റംബർ 11 വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം. 1893 സെപ്റ്റംബർ 11 വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം. ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന പുസ്തകത്തെപ്പറ്റി പറഞ്ഞതാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന്. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോൻ. സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരും. ഞാൻ അതുപോലെ തന്നെ ആവർത്തിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം 4 സ്റ്റേജിൽ നടന്ന പരീക്ഷകളിൽ ആവർത്തന ചോദ്യങ്ങൾ നവോത്ഥാനത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നതാണ് കാരണം. വിനയൻ എഴുതി സംവിധാനം ചെയ്ത 2022 19-ാം നൂറ്റാണ്ടെന്ന സിനിമ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. വിനയൻ എഴുതി സംവിധാനം ചെയ്ത 19-ാം നൂറ്റാണ്ടെന്ന ചലച്ചിത്രം ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിത കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. ദരിദ്രരെ സഹായിക്കാനായി പിടിയരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ദരിദ്രരെ സഹായിക്കാൻ പിടിയരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇദ്ദേഹത്തെ കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കേരള സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് ഏത് നവോത്ഥാന നായകന്റെ ജനനം കൊണ്ട് പ്രസിദ്ധമാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് വൈകുണ്ഠസ്വാമികളുടെ ജനനം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് എന്നാണ് ചോദ്യം. അരുൾ നൂൽ, കുറച്ചു മുൻപ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അരുൾ നൂൽ എന്ന് പറയുന്ന ചട്ടമ്പി സ്വാമി അല്ല. അരുൾ നൂൽ എന്ന് പറയുന്ന കൃതി എഴുതിയത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് ശരിയായ സൂചന അല്ല. അരുൾ നൂല് വൈകുണ്ഠസ്വാമിയാണ് എഴുതിയിരിക്കുന്നത്. ആനന്ദസൂത്രം രചിച്ചിരിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അത് ശരിയായിട്ടുള്ള ഒരു ജോഡിയാണ്. ആനന്ദസൂത്രം രചിച്ചിരിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പിങ്കള AG വേലായുധനല്ല. തലയോട് എഴുതിയത് KC കേശവപിള്ളയുമല്ല. തലയോട് എഴുതിയത് തകഴിയാണ്. തലയോടെന്ന പുസ്തകം എഴുതിയത് തകഴിയാണ് തലയോട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി, ആനന്ദസൂത്രം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കറാണ്. വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കരെയാണ് വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഇവിടെ C കേശവൻ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. C കേശവനെ വിളിക്കുന്നത് സിംഹം എന്നാണ്. C കേശവനെ വിളിക്കുന്ന പേര് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് C കേശവനാണ്. ഈ C കേശവനെ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം C കേശവനാണ്. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നത് C കേശവൻ. അപ്പോൾ സിംഹം എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നതും C കേശവനാണ്. ഈ C കേശവനെയാണ് ചിലന്തി സാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. C കേശവനെ വിശേഷിപ്പിക്കുന്നത് ചിലന്തി സാർ എന്നാണ്. ചിലന്തി സാർ. തൊട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് K കേളപ്പൻ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. K കേളപ്പനെ വിശേഷിപ്പിക്കുന്നത് കേരള ഗാന്ധി എന്നാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. വയലാർ സ്റ്റാലിൻ എന്ന ചോദ്യത്തിന് ഉത്തരം CK കുമാരപ്പണിക്കർ. ചുവടെ തന്നിരിക്കുന്നവയിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഏതെല്ലാം? ആദ്യത്തെ സമരം 1 കല്ലുമാല സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. വിമോചന സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിലല്ല വിമോചന സമരം നടന്നത്. വിമോചന സമരം നടന്നത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ്.
മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയതാണ് വിമോചന സമരം. 1959 വിമോചന സമരം മന്നത്ത് പത്മനാഭൻ നടത്തിയത്. കുറിച്യ കലാപം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതല്ല. കുറിച്യ കലാപം നടന്ന വർഷം 1812 വില്ലുവണ്ടി സമരം ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ 2 ഒന്നാമത്തെയും 4മത്തെയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 4ഉമാണ് ശരി ഉത്തരം. ഇവിടെ ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. അതായത് കല്ലുമാല സമരവും വില്ലുവണ്ടി സമരവുമാണ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാരെന്ന് ചോദിച്ചാൽ ഉത്തരം AK ഗോപാലൻ. AKG ആണ് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് 1936. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന TK മാധവനെ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് TK മാധവനാണ്. KP കേശവമേനോനെ നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇവിടെ ചോദ്യം ഇതായിരുന്നു, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് AK ഗോപാലൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പ്രസ്ഥാനമാണ് സമത്വ സമാജം. ആ പ്രസ്താവന തെറ്റാണ്. കാരണം സമത്വ സമാജത്തിന് രൂപം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ സമത്വ സമാജം വാഗ്ഭടാനന്ദൻ രൂപം നൽകിയെന്ന് പറയുമ്പോൾ തെറ്റാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് കുമാരനാശാൻ എന്നാണ് 2മത്തെ പ്രസ്താവന. അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. അപ്പോൾ ആ 2മത്തെ പ്രസ്താവനയും തെറ്റായിട്ടുള്ളതാണ്. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. പൊയ്കയിൽ 3മത്തതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ള ശരിയായിട്ടുള്ളതാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു K കേളപ്പൻ എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രസ്താവന ഇവിടെ ഉണ്ട്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു, അല്ലെങ്കിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരാര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരാരെന്ന് ചോദിച്ചാൽ ശരിയുത്തരം CP ഗോവിന്ദപിള്ള എന്നുള്ളതാണ്. സ്വദേശാഭിമാനി എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് രാമകൃഷ്ണപിള്ളയെ പറ്റിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ശരിയുത്തരം ഓപ്ഷൻ C ആണ്. അതായത് പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ളത് ശരിയുത്തരം. താഴെ തന്നിരിക്കുന്നതിൽ VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? വളരെ എളുപ്പമാണ് ഈ കൃതി. രജനീ രംഗം എന്നുള്ളതാണ് ശരിയുത്തരം. രജനീ രംഗം, VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതി രജനീ രംഗം. നോക്കൂ, VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ പഠിച്ചു വയ്ക്കുക. കണ്ണീരും കിനാവും അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതിയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്ന് പറയുന്നത്. ഈ കണ്ണീരും കിനാവും കൂടാതെ ആത്മകഥാപരമായ പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ണീരും കിനാവും കൂടാതെ അദ്ദേഹത്തിന് ആത്മകഥാപരമായ മറ്റൊരു പുസ്തകമാണ് കർമ്മ വിഭാഗം എന്ന് പറയുന്നത്. കർമ്മ വിഭാഗം VTയുടെ ആത്മകഥാപരമായ പുസ്തകമാണ്. ആത്മകഥാപരമായ മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ദക്ഷിണായനം. അപ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള പുസ്തകങ്ങൾ ചോദിച്ചാൽ ഏതാണ്ട് ഈ 3 പുസ്തകങ്ങൾ ആത്മകഥാപരമായ പുസ്തകങ്ങളാണ്. കണ്ണീരും കിനാവും, കർമ്മ വിഭാഗം, ദക്ഷിണായനം. അദ്ദേഹത്തിൻ്റെ വളരെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റും, വളരെ എളുപ്പമുള്ള ഒരു ടൈറ്റിലുള്ള ഒരു പുസ്തകമുണ്ട്. അത് ഇങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ പേര്, വിശക്കാത്ത ദൈവവും. ഇത് പറയുമ്പോൾ തന്നെ ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യൻ. ഇത് VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ VT ഭട്ടതിരിപ്പാടാണ്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യൻ. മറ്റൊരു പുസ്തകത്തിൻ്റെ പേര്, VTയുടെ മറ്റൊരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞുതരാം. സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നുള്ളത് VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു പുസ്തകമാണ്.
സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നുള്ളത് വി ടി ഭട്ടതിരി പറഞ്ഞൊരു പുസ്തകമാണെന്നും ഓർമ്മിച്ചു വയ്ക്കുക. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് എന്തെന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് ചോദിക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ അക്ഷരം വായ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നേരെ വരിക. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് ഇപ്പുറത്ത് കിടപ്പുണ്ട്, വയലേരി കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളതാണ്. ഇവിടെ ഒരു ഗോവിന്ദമേനോൻ കിടക്കുകയാണ്. ഗോവിന്ദമേനോൻ എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് ഗോവിന്ദമേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശരിക്കുള്ള പേരാണ് കാരാട്ട് ഗോവിന്ദമേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശരിക്കുള്ള പേരാണ് കാരാട്ട് ഗോവിന്ദമേനോൻ. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് ചോദിക്കുകയാണെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഓപ്ഷൻ സി ആണ്. ദർശനമാല എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ദർശനമാല എന്ന കൃതി എഴുതിയത് നാരായണ ഗുരുവാണ് എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി. ദർശനമാല രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ രചന തിരഞ്ഞെടുക്കുക. നോക്കൂ, വളരെ എളുപ്പം. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ജാതിക്കുമ്മി എന്ന് പറയുന്ന പുസ്തകം, ഓപ്ഷൻ ഡി, ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജാതിക്കുമ്മി. നോക്കൂ, കുമ്മി എന്ന വാക്കിൽ, ഈ കുമ്മി എന്ന് പറയുന്ന വാക്കിൽ അവസാനിക്കുന്ന 2 കൃതികൾ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ ജാതിക്കുമ്മി എന്ന് എഴുതുകയാണ് കേട്ടോ. ജാതിക്കുമ്മി എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നത്. ജാതിക്കുമ്മി എന്ന് എഴുതുമ്പോൾ ഈ ജാതിക്കുമ്മി മാത്രമല്ല പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കുമ്മിയിൽ അവസാനിക്കുന്ന പുസ്തകം. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജാതി എന്ന് പറയുന്ന ഭാഗം വായിക്കുക. ജാതി, അതിൽ ഈ ജാതി നമ്മൾ 2ആയിട്ട് തിരിക്കുമ്പോൾ ജാ എന്ന് പറയുന്ന അക്ഷരത്തിൽ ജാതിക്കുമ്മി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അടുത്ത് തീയിൽ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേര് തിരുനാൾ കുമ്മി എന്നാണ്. തിരുനാൾ കുമ്മി. അപ്പോൾ ജാതിക്കുമ്മി കൂടാതെ തിരുനാൾ കുമ്മി എന്ന് പറയുന്ന പുസ്തകം എഴുതിയതും പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ കുമ്മി എന്ന് അവസാനിക്കുന്ന 2 പുസ്തകങ്ങൾ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് ജാതിക്കുമ്മി, മറ്റൊന്ന് തിരുനാൾ കുമ്മി. അതേസമയത്ത് കുമ്മി എന്ന് അവസാനിക്കുന്ന ഒരു പുസ്തകം ഞാൻ പറഞ്ഞുതരാം, ആനന്ദ കുമ്മി. ആരാ എഴുതിയത്? ആനന്ദ കുമ്മി എഴുതിയ ആരാണ്? ആനന്ദ എന്ന് പറയുന്ന ആ ഒരു പദം അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞ ആളുടെ പേര് കിട്ടും, ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ കുമ്മി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പുസ്തകമാണ് ജ്ഞാനക്കുമ്മി എന്ന് പറയുന്നത്. ജ്ഞാനക്കുമ്മിയും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ ആനന്ദക്കുമ്മിയും ജ്ഞാനക്കുമ്മിയും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ജാതിക്കുമ്മിയും തിരുനാൾ കുമ്മിയും പണ്ഡിറ്റ് കറുപ്പനാണ്. കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ്റെ രചനയാണ്. വിലാത്തി വിശേഷം കെ പി കേശവമേനോൻ്റെ രചനയാണെന്ന് ഓർമ്മിച്ചു വയ്ക്കുക. ഓടയിൽ നിന്ന് കേശവദേവ്. മലബാർ കലാവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? മലബാർ കലാവുമായി ബന്ധമില്ലാത്തത് നോക്കൂ, 1921 വാഗൺ ദുരന്തം അത് ബന്ധമുള്ളതാണ്. കീഴരിയൂർ ബോംബ് കേസ് ബന്ധമില്ലാത്തതാണ്. ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മുസ്ലിം കർഷകർ നടത്തിയ കലാപം അത് ബന്ധമുള്ളതാണ്. അലി മുസലിയാർ, സീതിക്കോയ തങ്ങൾ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി, അതും ബന്ധമുള്ളതാണ്. അപ്പോൾ ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീഴരിയൂർ ബോംബ് കേസ് എന്നുള്ളതാണ്. കീഴരിയൂർ ബോംബ് കേസാണ് മലബാർ കലാപവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന എന്നതിൻ്റെ ശരിയുത്തരം. കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവും 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്, കീഴരിയൂർ ബോംബ്, KB. അപ്പോൾ KB മേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ആളാണ്. KB മേനോൻ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ആളാണ് KB മേനോൻ. അപ്പോൾ കീഴരിയൂർ ബോംബിനെ ചുരുക്കി KB എന്ന് പഠിക്കുക. കീഴരിയൂർ ബോംബ് KB. അപ്പോൾ KB മേനോൻ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം.